ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. പൊതുവേ ക്യാരറ്റ് പുഡിംഗ് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഈ ഇടായിട്ട് നമ്മളൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ക്യാരറ്റ് പുഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ക്യാരറ്റ് പുഡിംഗ് തന്നെ ഒന്ന് ഉണ്ടാക്കാം. ആദ്യം തന്നെ ക്യാരറ്റ് നമുക്ക് വേവിക്കണം. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒരു പാക്കറ്റ് പാലിന് മുഴുവൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് മേഡും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പൊതുവേ ക്യാരറ്റ് നമ്മൾ ഇങ്ങനെ പുഡിങ് എന്തെങ്കിലും ഡെസേർട്ട് ആക്കിയാൽ ശരിക്കും അത് ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റേ വരില്ല കേട്ടോ. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ക്യാരറ്റ് കൊണ്ട്. ഇനി ഇതാ നമ്മുടെ ക്യാരറ്റ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് നല്ലോണം ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ പാലിൻ്റെ മിക്സ് ഇല്ലേ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചൈന ഗ്രാസ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. എനിക്ക് കോൺഫ്ലോർ ആണ് ഇഷ്ടം. കുറച്ച് ലൂസിയായി നിൽക്കുമല്ലോ ഈ കോൺഫ്ലോർ ഇടാണെന്നുണ്ടെങ്കിൽ. ചൈന ഗ്രാസ് ആണെങ്കിൽ ഭയങ്കര തിക്കാവും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കോൺഫ്ലോർ ഇടാം. കോൺഫ്ലോറിന് മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് തിക്കായി വരട്ടെ. തിക്കായി വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ പുഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം വേറൊരു ട്രേയിലേക്ക് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇല്ലേ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരു നട്ട്സ് എൻ്റെ എത്താത്ത വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ആൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബദം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ പൊതുവേ ഇങ്ങനെ കഴിക്കലല്ലേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തോടോടെ കൂടിയിട്ടുള്ളതാണ് ഉൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നിങ്ങൾ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് ബദമാണ് കേട്ടോ. ബദത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കിയിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ഇട്ടാൽ മതി കേട്ടോ. നട്ട്സ് ഇടണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അതിനിതാ ഞാൻ നട്ട്സ് എല്ലാം പൊടിച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ മക്കളുണ്ട്. അപ്പോൾ അവർക്ക് മധുരമുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പം തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കഴിക്കുന്ന ആ ഒരു വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.